പക്ഷെ ലാൽ സാറിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്താ വെച്ചാൽ ബിഗ് ബോസ് ലാൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു. അപ്പൊ വിഷുവിനാണെങ്കിലും എന്നെ വന്നിട്ട് പുറത്ത് കണ്ടോന്ന് എനിക്ക് അറിയില്ല, എനിക്കെന്ന് പനിയായിരുന്നു. അപ്പൊ ലാൽ സാർ ഒന്ന് ആദ്യം വന്നിട്ട് എന്നെ ഇവിടെ തൊട്ട് നോക്കിയിട്ട് പനി കുറഞ്ഞു ചോദിച്ചു. അതെ അതെ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ കയറി എന്നെ ഇങ്ങനെ നോക്കി, പിന്നെ നോക്കി. അപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട്, എന്റെ അപ്പിയറൻസ് ആണ് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളിക്കാരൻ തോന്നുന്നു ചോദിച്ചു, പനി കുറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊന്ന് വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് പനി കൂടി, സത്യം പറഞ്ഞു. കുറച്ചുകൂടെ ടെൻഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എത്ര പേര് ആഗ്രഹിക്കുന്നത്. ദൂരേന്ന് ലാൽ സാറെ കാണാൻ വരെ ഒരുപാട് പേര് എഫേർട്ട് ഇട്ടിട്ട് നടക്കുന്നില്ല. അപ്പൊ അത് ഇങ്ങനത്തെ ഒരു മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര. അതെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു മൊബൈൽ ബ്രാൻഡിന്റെ അതിന്റെ പരസ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാൽ സാറിന് എന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ലാൽ സാറിന്റെ പേര് കേട്ട് പോയതാണ്, എനിക്കറിയാം ബാക്കിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ പോയി പുള്ളിക്കാരനെ കാണാമെന്ന് ഓർത്തിട്ട് പോയി. ഇപ്പം ഞാൻ ഇവിടെ ആണെങ്കിൽ ലാൽ സാർ അവിടെയാണ്, ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈറ്റ് ഉള്ളത് തന്നെ കാണാം. പരസ്യം നീ മ്യൂട്ട് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അന്ന് ഞാൻ അവിടെ വണ്ടി, ലാൽ സാറിന് വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹായ് ആയി കാണിച്ച് ചാറ്റ് വന്ന് അന്ന് എനിക്കറിയായിരുന്നു ഒരു ദിവസം എനിക്ക് പുള്ളിയുടെ കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് പീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് ഒരുമിച്ച് പോയി ഇരിക്കാൻ പറ്റി, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റി, എന്നോട് കെട്ടിപ്പിടിന്ന് ചോദിച്ചു. അന്ന് എന്റെ കിളി പോയി. ബാക്കിൽ നിന്ന് അർജുൻ ഇപ്പൊ ലാൽ സാറിന്റെ കൂടെ നിന്ന്. ഓക്കെ, പിന്നെ എന്നെ പോലെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അർജുനിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഒരു 50 ദിവസത്തെ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അർജുന്റെ സിസ്റ്റർ. അല്ലേ അല്ലേ? കണ്ടില്ലായിരുന്നോ? ചേച്ചി ഇങ്ങനെ നോക്ക, എന്നെ തന്നെയാണോ പറയുന്നതെന്ന്. അപ്പൊ അതിലെന്താ തോന്നുന്നത്? ഇല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടാണ് അറിയാം. നമുക്ക് അകത്തിരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കണ്ടസ്റ്റൻസിന്റെ കാര്യം, നമ്മള് എവിക്ഷൻ കാര്യങ്ങളൊക്കെ പറയും. പുറത്ത് നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫാമിലി വന്നിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പുറത്തു വന്നിട്ടാണ് ഓൾറെഡി കേട്ടു. എനിക്കെന്തൊരു ഇത് വന്നില്ല, കാരണം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ചേച്ചിക്ക് വൺ ഫാൻ ബേസ് ആയിരുന്നു. ആൻഡ് അതിൽ പ്രത്യേകിച്ച് കുറെ ആരാധകന്മാരും ഉണ്ടായിരുന്നു. വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? അറിഞ്ഞായിരുന്നല്ലേ? അത് ആ വിഷയം ചേട്ടൻ അറിഞ്ഞായിരുന്നോ? അറിയായിരുന്നല്ലേ? എന്ത് തോന്നി? സന്തോഷം. റോൾ മോഡൽ ഭർത്താവല്ലേ? എന്തായാലും ഭയങ്കര സന്തോഷായല്ലേ? അത് കൂടുതലും അർജുന്റെ സിസ്റ്റർ എന്നുള്ളൊരു ഇതിലാണ് കൂടുതലും എല്ലാവർക്കും അവനോടുള്ള റെസ്പെക്ട് എനിക്കും തന്നു. അതാണ് കൂടുതലും സംഭവിച്ചത് അവിടെ. അങ്ങനെയാണ് പറയാൻ ആഗ്രഹം. പക്ഷെ ചേച്ചിക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു നഗ്നമായ സത്യം.